ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഗീ റൈസിനൊക്കെ പറ്റിയ നല്ലൊരു കോംബോ ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഇതാണ് പറ്റിയൊരു ഓപ്ഷൻ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച കുറച്ച് സ്പൈസി ആയിട്ടുള്ള തനി നാടൻ ചിക്കൻ ചുക്ക. കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ ചിക്കൻ ചുക്കയിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. മീഡിയം സൈസിലുള്ള 7 സവാള ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വരുമ്പോൾ കുറേശ്ശെ സവാള ഇട്ട് വറുത്ത് കോരാം. 7 സവാളയിൽ 5 സവാളയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ബാക്കിയുള്ള 2 സവാള നമുക്ക് വഴറ്റാനായിട്ട് ഉപയോഗിക്കാം. സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാണ് സവാള വറുത്തെടുക്കേണ്ടത്. സവാള ഗോൾഡൻ കളർ ആയാൽ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള സവാളയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നല്ലപോലെ തിരുമ്മി പൊടിച്ചെടുക്കണം. സവാളയുടെ ക്രിസ്പി പോകുന്നതിന് മുമ്പ് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കണം. ഇപ്പോൾ സവാളയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കി സവാള ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കടായിലേക്കിട്ട് അരമിനിറ്റ് വഴറ്റിയതിന് ശേഷം 2 സവാള അരിഞ്ഞത് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി 2-3 പച്ചമുളക്, കുറച്ച് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില ഇതെല്ലാം സവാളയിലേക്കിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. സവാള ഈ പരുവമാവുമ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറി പൊടികൾ മൂത്ത് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം മീഡിയം സൈസിലുള്ള 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കി മൂടി വെച്ച് തക്കാളി വേവിക്കണം. തക്കാളി വെന്ത് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച സവാള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. രണ്ട് മിനിറ്റോളം നന്നായി ഇളക്കി റോസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. അവസാനമായി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ചിക്കൻ ചുക്ക തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്